ബിസിനസ്സിൽ ഈ ടേൺ ഓവർ കൂടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. പലരും വിചാരിക്കുന്നത് ബിസിനസ്സിൽ ടേൺ ഓവർ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റും കൂടും, അത് ഓണർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എക്സാക്ട്ലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പം ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, വർഷത്തിൽ ഇത്ര കോടിയുടെ ടേൺ ഓവർ ഉണ്ട്, ഇത്ര കോടി രൂപ ലാഭമുണ്ട്, പക്ഷേ സ്വന്തം ആവശ്യത്തിന് എടുക്കാൻ ഒരു രൂപ പോലും കാണത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ₹1 ഇൻവെസ്റ്റ് ചെയ്താൽ അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എത്താൻ ഒരു സമയം എടുക്കും. അതിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ കടയിൽ ഒരു സാധനം വന്നിട്ട് അത് വിറ്റ് പോകാൻ 60 ദിവസം എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം വിറ്റ സാധനത്തിന്റെ പൈസ കസ്റ്റമേഴ്സ് തരാൻ വേറെ ഒരു 90 ദിവസം കൂടി എടുക്കും. അതേസമയം നിങ്ങൾക്ക് സാധനം തരുന്ന സപ്ലയേഴ്സ് പൈസ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 ദിവസമേ നിങ്ങൾക്ക് സമയം തരുള്ളൂ. അപ്പം കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ 60 + 90 മൈനസ് സപ്ലയർ തരുന്ന 30, 120 ദിവസം, അതായത് 4 മാസം നിങ്ങളുടെ പൈസ മാർക്കറ്റിൽ ബ്ലോക്കാണ്. അപ്പം 12 കോടി ടേൺ ഓവർ ഉള്ള ബിസിനസ്സിൽ 4 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 കോടി രൂപയാണ് ഇങ്ങനെ ലോക്കായിട്ട് കിടക്കുന്നത്. അപ്പം 2 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞാലും എന്താ കാര്യമുള്ളത്? അത് കണക്കിൽ മാത്രമേ കാണുള്ളൂ, കയ്യിലുണ്ടായിരിക്കില്ല. ഈ ഒരു അവസ്ഥയിൽ ബിസിനസ് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടേൺ ഓവർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം സോൾവ് ആവത്തില്ല. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാതെ ടേൺ ഓവർ കൂട്ടിയാൽ കൂടുതൽ പൈസ ബിസിനസ്സിൽ ബ്ലോക്ക് ആവത്തേ ഉള്ളൂ. നമ്മൾ കടം വാങ്ങി ബിസിനസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിന് ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങളുടെ ഇൻവെന്ററി ഹോൾഡിംഗ് ടൈം കുറയ്ക്കുക, കസ്റ്റമേഴ്സിൽ നിന്നും പൈസ കൃത്യസമയത്ത് വാങ്ങിയെടുക്കുക, സപ്ലയേഴ്സിനോട് സംസാരിച്ച് കുറച്ചുകൂടെ ക്രെഡിറ്റ് പീരീഡ് വാങ്ങുക. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര ദിവസമാണ് പൈസ ബ്ലോക്ക് ആവുന്നത്, ഇൻവെന്ററി ബ്ലോക്ക് ആവുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. അതിന് കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള MIS റിപ്പോർട്ടിംഗ് സിസ്റ്റവും നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം.